കഴിഞ്ഞ പ്രാവശ്യത്തെ വിചാരധാരയിൽ ഞാൻ പറഞ്ഞിരുന്നു, നാരദൻ കയ്യിൽ വീണയും കൊണ്ട് നടന്നു എന്ന് ഞാൻ പറയേണ്ടായി. അതിന് ഒരാൾ വിമർശിച്ചല്ല, അഡ്വൈസ് ചെയ്ത് പറഞ്ഞിരുന്നു, ഉപദേശം ചെയ്യുന്ന പോലെ പറഞ്ഞിരുന്നു, നാരദൻ്റെ കയ്യിൽ വീണയല്ല തമ്പൂരുവാണ് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ അതെനിക്ക് അബദ്ധം പറ്റിയതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവം പറഞ്ഞതാണ്. കാരണം വിചാരധാര ഒന്നാമത്തത് അദ്ദേഹം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ ഞാൻ പറഞ്ഞെന്താണ്, സാധാരണക്കാരന് മനസ്സിലാകത്തക്ക വിധ ഭാഷ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. ഇവിടെ ഞാൻ വീണ എന്ന് എടുത്തു പറയാൻ കാരണം, തമ്പൂരു എന്നുള്ളത് വളരെ ചുരുക്കം ആൾക്കാർക്കേ അറിയുള്ളൂ. നാരദനോടുകൂടി സഞ്ചരിക്കുന്ന നാരദനോടുകൂടി തമ്പൂരു എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ, ആ ചിത്രവും കാട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അറിയാമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാധാരണക്കാരനോട് നമ്മൾ ചോദിക്കുകയാണ്, തമ്പൂരു ഇവിടെ എവിടെയെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചാൽ എൻ്റെ വിശ്വാസം അയാൾ പറയും, ഒന്നിലോ അറിയാത്തതുകൊണ്ട് ഇല്ല പറയും, അല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കും. ഈ ഒരു സിറ്റുവേഷൻ അവസ്ഥ വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ തമ്പൂരു എന്നുള്ളതിന് പകരം വീണ എന്ന് ബോധപൂർവം ഉപയോഗിച്ചത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിമർശനത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ നന്നായിരുന്നു. ഇനിയും അതുപോലെ ചെയ്യണം. എന്ത് തെറ്റ് കണ്ടാലും പറയണം. അതാണ് ശരിയായ മാർഗം. ഒന്ന്. രണ്ടാമത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എല്ലാ സമയത്തും പറയുന്നതാണ്, എല്ലാ പ്രഭാഷണങ്ങളും ഞാൻ എടുത്ത് പറയണത്, ഞാനൊരു കൊച്ചുകുട്ടിയാണ്, ഭൂമിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയാണ്. നിങ്ങളെല്ലാവരും, ശ്രോതാക്കളും കാണുന്നവരും പ്രേക്ഷകരും എല്ലാവരും എൻ്റെ ഗുരുക്കന്മാരാണ് എല്ലാവിധത്തിലും. എനിക്ക് യാതൊരു അറിവുമില്ല എന്ന് ഞാൻ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, തെറ്റുകളേ ഉണ്ടാവുള്ളൂ, ക്ഷമിക്കണം എന്നാണ് പറയുന്നത്. ഏതായാലും നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം. അടുത്ത ഗീതയുടെ സാഖ്യായോഗം എന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ എന്ത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രധാനമായിട്ട് ശ്രീകൃഷ്ണൻ പറയുന്നത്, എന്തുകൊണ്ട് അർജുനൻ യുദ്ധം ചെയ്യണം. ആദ്യം അർജുനൻ എന്ത് പറഞ്ഞു, എനിക്ക് ഇതെല്ലാം കണ്ടിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല, എൻ്റെ കയ്യും കാലും തളരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നതാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഇതിൽ 72 ശ്ലോകങ്ങളാണ് മെയിനായിട്ടുള്ളത്. അതാണ് നമ്മളിവിടെ ഒരു ദിവസം കൊണ്ടൊന്നും കഴിയുന്നതല്ല. ഞാനത് പ്രത്യേകം പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും എന്നാലാവുന്ന ഞാൻ എങ്ങനെയൊക്കെയോ തല്ലിക്കൂട്ടി ഒപ്പിക്കുകയാണ്. അതിലെന്താ പറഞ്ഞു നോക്കാം. തം തഥാ കൃപയാ വിഷ്ണുമസുഗുണാകുലേക്ഷണം വിഷീദന്തമിതം വാക്യ മുവാച മധുസൂദനാം. ശ്രീ സഞ്ജയൻ പറയുന്നതാണ്. എന്താ പറയുന്നത്? തം തഥാ കൃപയാ വിഷ്ണുമസുഗുണാകുലേക്ഷണം വിഷീദന്തമിതം വാക്യ മുവാച മധുസൂദനാം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് മധുസൂദനൻ്റെ അടുത്ത് അർജുനൻ ഇരുന്നു എന്നാണ്. ഇനി ശ്രീ ഭഗവാൻ വാച ഞാൻ 3-4 സ്റ്റാൻസ് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ ഒന്നായി പറയുള്ളൂ. അത് പ്രത്യേകം പറയാം. കുതസ്ത്വാ കശ്മളമിതം, ശ്രീ ഭഗവാൻ വാച, കുജസ്ത്വാ കശ്മളമിതം വിഷമേ സമുപസ്ഥിതം അനാരജഷ്ടു സർഗമ്യ മകീർത്തിക്കരമർജുനാം ക്ലൈബ്യം മാസ്മഘമപ്പാത്ത നൈത തയ്യുപദ്യതേ ക്ഷുദ്രം ഹൃദയദൗർബല്യം തത്തുത്തുഷ്ട പരന്ധഭ. ശ്രീ അർജുനോപജ. കഥം ഭീഷ്മമകം സഖ്യേ ദ്രോണം ച മധുസൂദന ഈഷു പ്രതിയോസ്യാമി പൂജാർഹാവരിസൂദനാം ഗുരൂന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും വൈക്ഷമഹീപലോകേ ഹത്വാക്തകാമാസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുതിരപ്രതിഗ്ധ്വാൻ നൈ തദ്വിധ കതരന്നോ ഗിരിയോദ്യ ജയമേരിവാനോ ജയേയു യാനേവ ഹത്വാന ജിജീവിഷസ്മി
സ്തുമേ പ്രമുഖ്യേ തത്തരാഷ്ട്രാം കാപർണ്യദോഷോ പ്രഗതസ്വഭാവിച്വാമിത്വം ധർമ്മസമൂഢചേത യശ്രേയസ്യാമിച്ഛിതം ബ്രുഗി തന്നെ ശിഷ്യസ്തേഹം ശാരിമാം ത്വം പ്രപന്നം നഹി പ്രവശ്യാമി മമാനുദുര്യച്ചോമുച്ചോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാ വസപ്തമർന്നും രാജ്യം സുരാണമഭിചാരിപത്യം. അതിനെന്താ പറഞ്ഞ ശ്രീകൃഷ്ണൻ എന്താ പറഞ്ഞറിയോ? ഈ അർജുന, ആചാര്യന്മാർക്ക് യോജിക്കാത്തതും സ്വർഗപ്യാക്യം നൽകാത്തതുമായ ഈ ചിന്ത, ദുഷ്ടമായ ചിന്ത എന്നെ പോലുള്ളവരുടെ മനസ്സിൽ ഈ സമയത്ത് എങ്ങനെ വന്നുകൂടി? എനിക്ക് അത്ഭുതമായിരിക്കണം എന്നാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. എന്താ അതിൻ്റെ അർത്ഥം? ആചാര്യന്മാർക്ക് യോജിക്കാത്തതാണ് അത്. അതായത് ശ്രേഷ്ഠന്മാർക്ക് യോജിച്ച, ഇവിടെ അർജുനൻ ശ്രേഷ്ഠനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, യോജിക്കാത്ത ഈ സമയത്ത് നിൻ്റെ മനസ്സിൽ എങ്ങനെ വന്നുകൂടി? അതാണ് ഏറ്റവും പ്രധാനം. ഈ സമയം, ഏത് സമയം? എവിടുന്നാണ് ഇത് സംസാരിക്കുന്ന? യുദ്ധക്കളത്തുനിന്ന്. അപ്പോൾ യുദ്ധക്കളത്തുനിന്ന് ഇതിനു മുമ്പായിരുന്നു പറഞ്ഞെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. പക്ഷേ യുദ്ധക്കളത്തിൽ വന്ന ശേഷം നിൻ്റെ ലക്ഷ്യം യുദ്ധമായിരിക്കണം. അതിന് പകരം നീ എന്താണ്, എൻ്റെ കൈകാല് തളർന്നു, മറ്റേതാണ് എൻ്റെ ശരീരം വേർക്കുന്നു, രോമാഞ്ചമാർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ചിന്ത നിൻ്റെ മനസ്സിൽ എങ്ങനെ വന്നു കയറി കൃഷ്ണ? അർജുന, നിന്നെ എങ്ങനെ ഇത് ബാധിച്ചു എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? കഥം ക്ലൈബ്യം ആസ്മഗമപ്പാത്ത നൈതദ്വദതേ ക്ഷുദ്രം ഹൃദയദൗർബല്യം തത്വത്തുഷ്ടാ പരന്തഭാം. ഹേ പാത്ത, പൗരുഷമില്ലാത്ത ഈ പ്രവൃത്തി ഉപേക്ഷിക്കണം. പൗരുഷമില്ലാത്ത ഈ പ്രവൃത്തി ഉപേക്ഷിക്കണം. അതായത് പുരുഷന്മാർക്ക് യോജിച്ചതല്ല, ക്ഷത്രിയന്മാർക്ക് യോജിച്ചതല്ല. എന്താ ഇത്? നിനക്ക് ഒട്ടും യോജിക്കുന്നില്ല. ക്ഷുദ്രം ഹൃദയദൗർബല്യം. ഹൃദയദൗർബല്യമാണ് ക്ഷുദ്രം. ക്ഷുദ്രം എന്താ? ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്നുള്ള അവസ്ഥയിലേക്ക് മനസ്സ് മാറുക, സ്ഥിരാവസ്ഥയിലേക്കല്ല. പെട്ടെന്ന് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് അങ്ങ് മാറുക, അതാണ് ക്ഷുദ്രം. അത് ഹൃദയ ദൗർബല്യമാണ്. അത് പാടില്ല. നമുക്ക് സ്ഥിരമായ ഒരു ചിന്ത വേണം. ഇപ്പൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് മാറുക, വേറെ ഒരു സങ്കടം കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് മാറുക, അല്ലെങ്കിൽ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക്. ഇത് ഹൃദയ ദൗർബല്യമാണ്. ഹൃദയം മനസ്സിൻ്റെ ദൗർബല്യമാണ്. ആ ദൗർബല്യത്തിൽ നിന്ന് നമ്മൾ വേറിട്ട് നിൽക്കണം. അതാണ് പുരുഷൻ്റെ ലക്ഷണം. പുരുഷൻ്റെയും സ്ത്രീകളുടെയും എല്ലാം ലക്ഷണം തന്നെ. പക്ഷേ ഇവിടെ അർജുനനോട് പറയുന്നുണ്ട്, അർജുനൻ യുദ്ധക്കളത്തിൽ വന്നിരിക്കുന്നുണ്ട്, യുദ്ധം ചെയ്തേ പറ്റൂ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ എന്താ ഇതിൽ അർത്ഥമുള്ളത്? ക്ഷുദ്രം ഹൃദയ ദൗർബല്യമാണ് നിൻ്റെ ശരത്തിനെ, മനസ്സിനെ ദൗർബല്യം. ഇങ്ങനെയുള്ളവൻ നാളെ വേറൊരു സന്തോഷം കണ്ടു കഴിഞ്ഞാൽ നീ ഉടനെ അങ്ങോട്ട് തിരിക്കും, അതാണ് ശരി പറയും. ഇപ്പം നീ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് അത് മാറ്റിക്കിട്ടണം. ഇതാണ് പറയുന്നത്. ഇനി അർജുനൻ പറയുന്നത് എന്താണ്? കഥം ഭീഷ്മമകം സഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുവി പ്രതിയോത്സ്യാമി പൂജാഘാവരിസൂദന ഗുരൂന ഹത്വാഹി മഹാൻ ഭാവാൻ ശ്രേയോ ഭോക്തും ഭക്ഷലുകേ അത്വാർത്ഥകാമാസ്തു ഗുരൂനിഹവ മുഞ്ചീയ ഭോഗാൻ രുതിരച്ച ദേവൻ. അർജുനൻ എന്താ പറഞ്ഞേ? ഹേ കൃഷ്ണ, മധുസൂദന, പൂജിക്കപ്പെടേണ്ടവരെ കൊല്ലുക. പൂജിക്കപ്പെടേണ്ടവരായ ഭീഷ്മർ, ദ്രോണർ, കൃപർ എന്നിവരെ അവരുടെ മുമ്പിലാണല്ലോ യുദ്ധം ചെയ്യുന്നത്. അവരെ കൊല്ലുക. ഇത് എങ്ങനെ എന്നെ കൊണ്ട് സാധിക്കും? ഇവരെ ആയുധം കൊണ്ട് ഞാൻ എങ്ങനെ നേരിടും? നോക്കണം. സ്വന്തം ഒന്ന് ആരാണ്? ഭീഷ്മരാരാണ്? അച്ഛനല്ല, മുത്തശ്ശനാണ്. അർജുനൻ ജനിച്ച മുതൽക്ക് മടിയിൽ തട്ടിക്കൊടുത്ത് വളർത്തിയ ആളാണ്. മുത്തശ്ശൻ്റെ സ്ഥാനമാണ് അദ്ദേഹത്തിന്. ഇനി ദ്രോണാചാര്യരാണ്. അമ്പും വില്ലും എടുത്ത്
യുദ്ധം ആ ശരം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ച ആളാണ് ഗുരുവാണ്. ഗുരുവാണ് നമുക്ക് ലോകത്തെ ഏറ്റവും വലിയ ദൈവം. അതിനെ ആ ഗുരുവിനെ ഞാൻ എങ്ങനെ ഹത്യ ചെയ്യുക? ആക്ച്വലി ഗുരു എന്ന് വെച്ചാൽ നമ്മൾ ആരാ ഉദ്ദേശിക്കുന്നത്? ആദ്യത്തെ ഗുരു നമ്മളിലൊക്കെ ആരാണ് ഗുരു എന്ന് പറയുക? ഈ യുദ്ധം ആയുധങ്ങളെടുക്കാൻ പഠിപ്പിച്ച ആളാണ്? അല്ല. സത്യത്തിൽ പറയുന്നു കഴിഞ്ഞാൽ ഗുരു പറഞ്ഞ കുട്ടി ജനിച്ച ഉടനെ നമുക്ക് ആരാ പറഞ്ഞു തരുന്നത്? അമ്മ പറയുന്നത് എന്താണ്? ആ അല്ലേ? അപ്പോൾ ഗുരു അമ്മയാണ് സത്യത്തിൽ. പക്ഷേ ഗുരു അമ്മയാണെങ്കിൽ അതിന് ശേഷം ഗുരുകുലത്തിൽ പോകുന്നു നമ്മൾ, സ്കൂള് അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ പോയി ഈ എന്ന് പറയുന്ന സമയത്ത് അതും ഒരു ഗുരുവാണ്. അതാണ് പ്രധാന ഗുരു. ഇത് ആദ്യ ഗുരു. ഇങ്ങനെ ഈ ഗുരുക്കന്മാരെ ഞാൻ എങ്ങനെ കൊല്ലും? അതെനിക്ക് ഭീഷ്മന്തായ മധുസൂദന, മഹാനുഭാവായ ഗുരുക്കന്മാരെ വധിക്കുന്നതിൽ ശ്രേയസ് ഇതിനേക്കാളും നല്ല ഭിക്ഷയെടുത്ത് ആഹാരം കഴിക്കണം. ഇങ്ങനത്തെ ഗുരുക്കന്മാരെ കൊന്നിട്ട് എനിക്ക് എന്ത് നേടാൻ? ഇതിനേക്കാളും നല്ല ഭിക്ഷയെടുത്ത് കഴിക്കണം. ഇനി അഥവാ ഞാൻ അവരെ കൊന്നു എന്ന് വയ്ക്കുക, എനിക്കെന്തായിരിക്കും കിട്ടുന്നത്? മാംസവും അവരുടെ രക്തവും ഞാൻ ഭക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഗുരൂനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭക്ഷ്യമഹീകലോകേ ഹത്വാപ്തകാമാസ്തു ഗുരൂനിഹേവ ഭുഞ്ജീയ ഭോഗാൻ രുതിരസ്തമസ്താൻ. ഇത് ഇങ്ങനെയുള്ള ധൃതരാഷ്ട്രപുത്രന്മാരെ, ധൃതരാഷ്ട്രകാരാണ് അച്ഛൻ്റെ ഏട്ടൻ, അങ്ങനത്തെ വരെ ഞാൻ എങ്ങനെയാണ് കൊല്ലുക? അവരെൻ്റെ ഗുരുക്കന്മാർ മാത്രമല്ല, എൻ്റെ പെങ്ങളുടെ ഭർത്താവുണ്ട്, അവിടെ ജ്യേഷ്ഠന്മാരുണ്ട്. അദ്ദേഹത്തിന് ഒരു പെങ്ങളേ ഉള്ളൂ, സ്വന്തം പെങ്ങളല്ല. വേറെ ഇവരെ കൗരവന്മാരുടെ ധൃതരാഷ്ട്രയുടെ പുത്രിയാണ് ദുശ്ശളുടെ ഭർത്താവ് അവിടെയുണ്ട്. അപ്പോൾ അളിയനെ കൊല്ലുന്നതിന് തുല്യം, അളിയനെ കൊല്ലുന്നത് തുല്യമല്ല, അളിയനെ നേരിട്ട് കൊല്ലുന്നതാണ്. അപ്പോൾ പിന്നെ ആരാണ്? ദുര്യോധനൻ. ഇവരൊക്കെ ആരാണ്? എൻ്റെ കൂടപ്പിറപ്പുകളല്ലാത്തവർ. വേറെ ഗർഭം മാറിയെന്നല്ലാതെ, ഗർഭാവസ്ഥ മാറിയെന്നല്ലാതെ എൻ്റെ സഹോദരന്മാരാണ്, ബന്ധുക്കളാണ്, ഗുരുക്കന്മാരാണ്. ഇവരെയൊക്കെ കൊന്നിട്ട് എനിക്ക് എന്ത് നേടാനാണ് കൃഷ്ണ? എനിക്കത് ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൃഷ്ണൻ വിടുന്നുണ്ട്. ഈ അർജുനൻ എല്ലാ പ്രാവശ്യവും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ലാംഗ്വേജ് ഡിഫറൻ്റ് ആവുന്നല്ലോ. അദ്ദേഹം പറയുന്നതാണ്, ഞാൻ യുദ്ധം ചെയ്യില്ല, എന്നെ കൊണ്ട് വയ്യ, ഇവരെ കൊല്ലാൻ വയ്യ, ഇത് തന്നെയാണ് പറയുന്നത്. നോക്കൂ, ഇതും ഗീതയിൽ പറയുന്നുണ്ട് കേട്ടോ. ചില ആൾക്കാരെ നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും അവർ പറയുന്നതേ പറയുള്ളൂ, അതിന് യാതൊരു മാറ്റമില്ല. അങ്ങനത്തെ ആൾക്കാരെ തിരുത്താൻ പറ്റില്ല. ഇത് ഗീത തന്നെ ഗീതയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനത്തെ വരെ നമ്മൾ തിരുത്താൻ പോകാൻ പാടില്ല. പക്ഷേ ഇവിടെ അദ്ദേഹം തിരുത്താൻ കാരണം എന്താ അറിയാം? യുദ്ധം ഈസ് എ മസ്റ്റ്. ധർമ്മം ചെയ്യണമെങ്കിൽ അർജുനൻ യുദ്ധം ചെയ്തേ പറ്റൂ. യുദ്ധക്കളം ആയിക്കഴിഞ്ഞു, അവിടെ എല്ലാം തികഞ്ഞു കഴിഞ്ഞു. ഇനി ദർ ഇസ് നോ സൊല്യൂഷൻ അറ്റ് ആൾ. ഈ നിലയിൽ അദ്ദേഹം അതിന്ന് പോവാൻ പാടില്ല. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഗീത പറഞ്ഞ് അദ്ദേഹത്തെ തിരിപ്പിക്കുന്നത്. ഈ ഒരവസ്ഥ ഇനി ഉണ്ടാകാൻ പാടില്ല, ഇനിയൊരു ലോകമഹായുദ്ധം പാടില്ല എന്ന് പറഞ്ഞു. ഇനി വേറൊന്ന് നോക്കുക. ഗുരുനഹത്വാഹി നമ്മൾ പറഞ്ഞു. അതായത് ഏത് ജീവിയെയും കൊല്ലുന്നത് പാപമാണ്. അപ്പോൾ ഭഗവാനോട് അപ്പോൾ ആ ഗുരുക്കന്മാരെയും ബന്ധുക്കളെയൊക്കെ കൊല്ലുന്ന പാപമാണെന്ന് അർജുനൻ പറയുന്നുണ്ട്. പാപമാണല്ലോ, ശരിയാണ്, തീർച്ചയായും ശുഭമാണ്. വിശേഷം ഒന്നാണ്. ശ്രീകൃഷ്ണൻ എന്താ പറയണത്? അല്ല, നീ ആരെപ്പറ്റി സങ്കടപ്പെടാൻ പാടില്ലയോ അവരെപ്പറ്റി സങ്കടപ്പെടുന്നു. അതെന്താ? അത് ബന്ധുക്കളെ കൊന്നോ സങ്കടപ്പെടുകയല്ലേ ചെയ്യുക? അത് തെറ്റാണോ? അങ്ങനത്തെ ആരെപ്പറ്റി സങ്കടപ്പെടാൻ പാടില്ലയോ അവരെപ്പറ്റി സങ്കടപ്പെടുന്നു. അതെന്താ? അത് ഇവർ ആരെപ്പറ്റി സങ്കടപ്പെടാൻ പാടില്ല, ഇവരെപ്പറ്റി എന്താ സങ്കടപ്പെടുന്നത്? തെറ്റാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണമുണ്ട്. ഏത് ജീവിയെ കൊന്നാലും പാപം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ ആ പാപം ചെയ്യുന്നതുകൊണ്ട്
കോടിക്കണക്കിന് പുണ്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ നോക്കുക. ഒരു കൊതു നമ്മളെ കടിക്കുന്നു, ജീവികളെ കൊല്ലുന്നത് പാപമാണോ പറഞ്ഞിട്ട് നമ്മൾ ആ കൊതുവിനെ കൊല്ലാതിരിക്കുന്നുണ്ടോ? ഇവിടെയാണ് ഇരിക്കുകയെന്ന് കണക്കാക്കുക. നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ലക്ഷ്യം വെച്ച് ഒരടി അടിക്കും. കൊതു പറന്ന് പോവുക, അടി മാത്രം ചെവിടത്ത് കിട്ടും. പക്ഷേ അപ്പോഴും പിന്നെ ആ കൊതു വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊല്ലാതെ വിടില്ല. അപ്പോൾ അതിന് എന്തുകൊണ്ട് കൊല്ലുന്നു? പാവം കൊതു അല്ലേ, ഒരു ഇത്ര രക്തമല്ലേ പോകുള്ളൂ, കുടിച്ചിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടായിരിക്കുമോ? ഇരിക്കില്ല. കാരണം അയാളെ നിങ്ങൾ അറ്റാക്ക് ചെയ്ത ശേഷമാണ് നിങ്ങൾ അയാളെ കൊല്ലുന്നത്. അല്ല, പറന്നു പോകുന്ന എവിടെയെങ്കിലും നിൽക്കുന്ന ഒരു കൊതുവിനെ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യില്ല. അപ്പം നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കൊല്ലുന്നു. ഇനി വേറെ ഒന്ന് നോക്കൂ, കൃഷ്ണൻ പറയുന്നതിൻ്റെ അർത്ഥം. ഈ ഗുരുക്കന്മാരൊക്കെ എല്ലാം അറിഞ്ഞവരാണ്. അർജുനേക്കാളും നിന്നേക്കാളും എത്രയോ മുന്നിലാണ് അവർ. എല്ലാം കൊണ്ടും ലോകത്തെ എല്ലാ പരിചയമുള്ള ആൾക്കാരാണ്. അവർ ശിഷ്യന്മാരെ കൊല്ലാമെങ്കിൽ നിനക്കെന്തുകൊണ്ട് ഗുരുവിനെ കൊന്നുകൂടാ? ദ്രൗപദി വസ്ത്രാശ്രമ സമയത്ത് ഈ പറഞ്ഞ എല്ലാവരും തലകുനിച്ചിരുന്നു. അവർക്ക് എന്താ ധർമ്മം അറിയില്ലേ? എല്ലാ ധർമ്മവും അറിയാലോ. അവരെന്തുകൊണ്ട് ചെയ്തില്ല? അപ്പോൾ അവരുടെ സ്വാർത്ഥത കാണുന്നു. ഭീഷ്മർ യുദ്ധം ചെയ്യുന്നു. എന്തുകൊണ്ട്? ഭീഷ്മരുടെ ശബ്ദം എന്താ ചെയ്തിരിക്കുന്നത്? ഞാൻ അവരെ കാത്തുകൊള്ളാം എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അധർമ്മം ചെയ്യുന്ന സമയത്ത് നോക്കി നിന്നോളാമെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇല്ലേ? ഒന്ന്. രണ്ടാമത്, അദ്ദേഹത്തിന് അറിയില്ലേ ധർമ്മം എന്താണെന്ന്? അങ്ങനെ അറിഞ്ഞിട്ട് അദ്ദേഹം കൊല്ലുന്ന ആരാണ്? ശിഷ്യന്മാരാണ്. ഈ ശിഷ്യന്മാർ അയാളുടെ എന്നെങ്കിലും അർജുനൻ എന്നെങ്കിലും ഭീഷ്മനോട് എതിർത്തിട്ടുണ്ടോ? ഒന്നുമില്ല. അങ്ങനത്തെ ആളോടെയാണ് ചെയ്യുന്നത് ഗുരുക്കന്മാർ. അപ്പോൾ ഗുരുക്കന്മാരൊക്കെ ചെയ്യാമെങ്കിൽ, അധർമ്മം ചെയ്യാമെങ്കിൽ നിനക്ക് ചെയ്തൂടെ? ഇതാണ് അതിൻ്റെ പൊരുൾ. ഒരിക്കൽ കൂടി വ്യക്തമാക്കി തരാം. ഗുരുക്കന്മാർ നിൻ്റെ ഗുരുക്കന്മാരെ എല്ലാം അറിയുന്ന ആൾക്കാരാണ്. നിന്നെക്കാളും എത്രയോ മുകളിലാണ്, ശാസ്ത്രം കൊണ്ടും അസ്ത്രവിദ്യ കൊണ്ടും എല്ലാം. അങ്ങനത്തെ ആൾക്കാരെ നിനക്കെതിരായി, അതായത് പാണ്ഡവന്മാർക്കെതിരായി യുദ്ധം ചെയ്യുന്നു, അധർമ്മം ചെയ്യുന്നു. ധർമ്മം അവർ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ചെയ്യില്ലായിരുന്നു യുദ്ധം, അല്ലേ? ധർമ്മം ജയിക്കണം എന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും വിധത്തിൽ അതിനെ ഇല്ലാതാക്കുമായിരുന്നു. അല്ലെങ്കിൽ അവരതിൽ നിന്ന് പിൻവലിച്ചിരുന്നു. അതല്ലേ എന്നെ നോക്കൂ. ദ്രൗപദിയുടെ തുണി അഴിച്ച സമയത്ത് ആരാ അവിടെ എതിർത്ത്? ആരെങ്കിലും എതിർത്തോ? ഒരേ ഒരാൾ എതിർത്തു, വികർണൻ എതിർത്തു. അദ്ദേഹത്തിന് എതിർക്കേണ്ട ആവശ്യം എന്താ? ഇത്രയും പേര് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കൊടുക്കൂടെ? പക്ഷേ അദ്ദേഹത്തിന് ധർമ്മബുദ്ധി പോയി. ഇത് അധർമ്മമാണോ പറഞ്ഞു, അദ്ദേഹം എതിർത്തു. പക്ഷേ ഇവിടെ കൃപാചാര്യരോ ദ്രോണാചാര്യരോ ഭീഷ്മരോ മറ്റേ കർണനോ ആരും എതിർത്തില്ല. അവർ ആ അധർമ്മത്തിന് കൂട്ടുനിന്നു. അങ്ങനെ അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നവരാണ് ഇന്ന് ഈ അധർമ്മം ചെയ്യുന്നത്. അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നു, അതുകൊണ്ട് നീ യുദ്ധം ചെയ്യണം. വ്യക്തമായിട്ടുണ്ടാവും പറയുന്നു. എനിക്കത്ര നിശ്ചയമില്ല, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. എൻ്റെ ഇതിലൊക്കെ ഞാൻ കാണുന്ന എൻ്റെ വ്യൂ ആണ് ഞാൻ പറഞ്ഞത്. അധർമ്മം അവർക്ക് ചെയ്യാമെങ്കിൽ നിനക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ? അതാണ് അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം. ശ്രീകൃഷ്ണൻ കൊല്ലുന്നതിന് എതിരാണ്, തീർച്ചയായിട്ടും എതിരാണ്. പക്ഷേ ഇദ്ദേഹം ഇവിടെ കൊല്ലുന്ന ബന്ധുക്കളെ ആയാലും കൊല്ലാമെന്ന് പറയുന്നതിൻ്റെ കാരണം, ബന്ധുക്കൾക്ക് അധർമ്മം ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് ചെയ്തുകൂടാ? അതുകൊണ്ട് നീ ചെയ്യണം. ഒന്ന്, ലോകത്തിന് വേണ്ടി ചെയ്യണം. ലോക നന്മയ്ക്ക് വേണ്ടി ഈ യുദ്ധം നീ ചെയ്തേ പറ്റൂ. ഇവിടെ നിനക്ക് ദർ ഇസ് നോ സൊല്യൂഷൻ, നീ എപ്പോൾ നോക്കിയാലും ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ അവസാനിപ്പിക്കുന്നു. ഇതുകൊണ്ടും ആവുന്നില്ല. ഇയാൾ പിന്നെയും പറഞ്ഞു തന്നെയാണ് പറഞ്ഞത്, എനിക്ക് പറ്റില്ല, ഞാൻ ചെയ്യില്ല. ഗുരുക്കന്മാരാണ്, എൻ്റെ പെങ്ങളുടെ ഭർത്താവാണ്, ജ്യേഷ്ഠന്മാരാണ്, അനുജന്മാരാണ് എന്ന് പിന്നെയും പറയുന്നു. എന്ന് പറഞ്ഞ ശേഷം അടുത്തതിൽ അയാൾ പറയുന്നത് എന്താണ്? എനിക്ക് ഏത് നന്മയോ അത് എനിക്ക് ഉപദേശിച്ചു തരൂ. ഇവിടെയാണ് അർജുനൻ വളരെ കൃത്യമായി പറയുന്നത്.
എൻ്റെ നന്മയ്ക്ക് ഏതാണോ നല്ലത് അത് എനിക്ക് പറഞ്ഞു തരൂ കൃഷ്ണ എന്നാണ്. നീ എൻ്റെ ഗുരു, ഞാൻ നിൻ്റെ ശിഷ്യൻ എന്ന് പറയണം. അത് നമുക്ക് അടുത്തതിൽ പറയാം.